പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ എൻ്റെ വന്ദനങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഞാൻ അർപ്പിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, നമ്മളൊരു നല്ല ഗാർഡനറായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. അല്പസ്വല്പം അറിവ് വേണം. അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ തക്കവണ്ണം, പരിശ്രമിപ്പാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സും വേണം. ഷുവർ, നിങ്ങൾക്ക് ഒരു ചെറിയ ഹോള് കുഴിച്ച് അതിനകത്ത് ഒരു ചെടിയുടെ വിത്തിടാനായിട്ട് പറ്റും. പക്ഷേ അതിന് ശ്രദ്ധ കൊടുക്കാതെ, ആ വിത്തിന് റൈറ്റ് കണ്ടീഷൻസ് നാം നൽകി കൊടുക്കാതെ ഒരിക്കലും ഗ്രൗണ്ടിൽ നിന്ന് ഒരു ചെറിയ ചെടി കിളിർത്ത് പുറത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതിന് നാം ശ്രദ്ധ കൊടുക്കണം. ഒരു നല്ല ഗാർഡനറിന് ഈ വിത്തിനെ മാത്രമല്ല പരിചയം, അവർക്ക് ആ സീഡ് വളർന്നിട്ട് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലുള്ള ഒരു ചെടിയായി അല്ലെങ്കിൽ ഒരു വൃക്ഷമായി തീരുന്നതിനുള്ള ബെസ്റ്റ് കണ്ടീഷൻസ് പോലും എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ദൈവമക്കളെ, ഇതൊക്കെ തന്നെ വിശ്വാസികളായ നമ്മുടെയും കാര്യം. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നമ്മെ അറിയുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം അവൻ അറിയുന്നുണ്ട്. നമ്മുടെ തലയിലെ മുടി അതുപോലും എണ്ണപ്പെട്ടിരിക്കുക. നമ്മൾ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഭയം അവനറിയാം, ഹൃദയത്തിൻ്റെ താല്പര്യം അവന് അറിയാം. നാം ഓരോരുത്തരും ഒരു ഫുൾ പൊട്ടൻഷ്യൽ എത്തണമെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ ഓർക്കണേ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നാം അവനെ സ്നേഹിച്ചും സേവിച്ചും നമ്മുടെ ജീവിതം ചെലവഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ്. എന്തൊക്കെയാണ് ചില സംഗതികൾ നിങ്ങൾ ഡെയിലി കണക്ഷൻ യേശു കർത്താവുമായിട്ട് ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ വേണ്ടത്? അതൊരു വേസ്റ്റ് ഓഫ് ടൈമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ? നോ, ഇല്ല. ദൈവത്തിന് എന്നെ ശരിക്ക് അറിയാമോ? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുമോ? ഒരു മിനിറ്റ് എടുത്ത് എന്തൊക്കെ സംഗതികൾ നിങ്ങളെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്? യേശുവുമായിട്ടുള്ള ബന്ധം ആഴത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിൽ നിന്ന് എന്തൊക്കെ വിഷയങ്ങൾ നിങ്ങളെ പുറകോട്ട് വലിച്ചു പിടിക്കുന്നുണ്ടെന്നുള്ളതൊന്ന് എഴുതി നോക്കിക്കേ. ചിലപ്പോൾ അങ്ങനെ ചില സംഗതികളൊക്കെ നാം എഴുതി വെക്കുമ്പോൾ നമുക്ക് അതിനെ ഒന്നുകൂടെ അക്നോളജ് ചെയ്യാൻ പറ്റും. ശരിക്കും അപ്പോൾ അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ പറ്റും. നാം നമ്മെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ അറിയുന്നു. നമ്മെ കൂടുതൽ സ്നേഹിപ്പാനും അറിയാനും മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവൻ്റെ ജീവിതം നമുക്ക് വേണ്ടി തന്നു. എന്തിനാ? നമുക്ക് അവനുമായിട്ട് ഒരു നല്ല ബന്ധം കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് കൊലോസ്യർ 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ദൈവം വിശ്വസ്തനായൊരു ദൈവമാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ വിവരങ്ങൾ അറിയുക മാത്രമല്ല, അതിൻ്റെ മുമ്പും പിമ്പും അവൻ അറിയുന്നു. ആരംഭവും അവസാനവും അവന് ഒരുപോലെ അറിയുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. നമ്മെ എല്ലാം ഒരു ശുഭതയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്, നാം സ്നേഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ജോൺ ചാപ്റ്റർ 15:4 പറയുന്ന എന്തുവാ? എന്നിൽ വിശ്വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. യോഹന്നാൻ 15:4 എത്ര അർത്ഥവത്തായ വാക്യമാണ്! ഒരു വ്യാഖ്യാനവും കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വാക്യമാണ്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിൽ
നാം ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മെ സംബന്ധിച്ച് യേശു കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ പ്രാധാന്യത നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഓരോ ദിവസവും നാം കൂടുതൽ സമയം അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ടും ദൈവവചന വായനയ്ക്കായിട്ടും ഒക്കെ സമയം സ്പെൻഡ് ചെയ്യും. അനേക പാരബിൾസ്, ഉപമകളുണ്ട്, പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബെയറിങ് ഫ്രൂട്ട്, ഫലം കായ്ക്കുക എന്നുള്ളതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഞാൻ പറയട്ടെ, ഫ്രൂട്ട് ഈസ് ജസ്റ്റ് അനദർ വേ ഓഫ് സേയിങ് ദാറ്റ് വെൻ വി ഹാവ് എ ട്രൂ കണക്ഷൻ വിത്ത് ജീസസ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് അതേഴ്സ് ക്യാൻ സീ ഇൻ അസ്. ഫ്രൂട്ട് നമ്മിൽ വരുമ്പോൾ അതാ മറ്റുള്ളവർ കാണുന്നത്. അപ്പോൾ യേശുവുമായിട്ടുള്ള ട്രൂ കണക്ഷനിൽ വന്നിട്ട് നമ്മിൽ എന്തുരുവായി എന്നുള്ള മറ്റുള്ളവർ കാണാനിടയാകത്തക്കവണ്ണമുള്ള വല്ലതും കുഞ്ഞെ എൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ജീവിതത്തിലുണ്ടോ? ദൈവവുമായിട്ടുള്ള കണക്ഷനിൽ നാം ഫ്രൂട്ട് കായ്ക്കുവാണെങ്കിൽ നമ്മുടെ കോവർക്കേഴ്സുമായിട്ട് നമുക്ക് നല്ല ക്ഷമ കാണും. നമുക്ക് സത്യസന്ധത എല്ലാവരുമായിട്ട് കാണും. ഫാമിലി മെമ്പേഴ്സുമായിട്ട് സമാധാനം കാണും. ആൾക്കാരോട് നാം കരുണ കാണിക്കും. എങ്ങനെയുള്ളവരോടാ? തിരിച്ച് ഇൻ റിട്ടേൺ ഒരു കരുണയും കാണിക്കാത്തവരോട് പോലും കരുണ കാണിപ്പാൻ നമുക്ക് കഴിയും. എന്നാൽ ദൈവവുമായിട്ടൊരു മീനിങ് റിലേഷൻഷിപ്പ് നമുക്ക് എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ മേൽ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഓപ്പോസിറ്റായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. സ്റ്റിൽ നാം പേഷ്യൻ്റായിട്ട്, കൈൻഡായിട്ട് മറ്റവരുമായിട്ട് ഇരുന്ന് പോകണം. നമ്മുടെ ആക്ഷൻസിൽ നാം യേശുവിനെ റിഫ്ലക്റ്റ് ചെയ്യണം. മനഃപൂർവ്വമായി നാം ഫലം കായ്ക്കണം. നാം പറയുന്നതും നാം ചെയ്യുന്നതുമായിട്ട് ഒരു ബന്ധം വേണം. ഏത് ഏരിയയിലാണ് കുഞ്ഞെ നീ നിൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ഏരിയയിൽ കൂടുതൽ ഫലം കായ്ച്ചേ പറ്റൂ എന്ന് തോന്നുന്നത്? ചിലപ്പോൾ നിൻ്റെ വർക്ക് പ്ലേസിലായിരിക്കാം, നിൻ്റെ അയൽവാസിയുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാം, ചിലപ്പോൾ നിൻ്റെ ചർച്ച് കമ്മ്യൂണിറ്റിയിലായിരിക്കാം. അതുകൊണ്ട് ചിലത് പറയാനും ചിലത് ചെയ്യാനും യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ ഫലം കായ്ക്കുന്നത് അത് പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം കുഞ്ഞെ നിൻ്റെ ജീവിതത്തിൽ കഴിയുന്നുണ്ടോ? കഴിയണം. അതിന് സ്വർഗത്തിലെ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. സ്തോത്രം. വളരെ ഹൃദയത്തിൽ ഹുക്ക് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു ബുക്കുണ്ടോ വായിച്ചതിൽ? ലേറ്റ് നൈറ്റ് വരെയും കുത്തിയിരുന്ന് വായിച്ച ഏതെങ്കിലും ഒരു ബുക്കുണ്ടോ? താഴേക്ക് വെക്കാൻ കഴിയാതെ ആകാംക്ഷയോടെ വായിച്ച ചില ബുക്കുകളുണ്ടോ? ചില ബുക്കുകൾ നമ്മെ പറ്റി അങ്ങ് പിടിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും നമ്മളോട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഈ ബുക്കാണ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതുപോലൊരു ബുക്കായിട്ട് കുഞ്ഞെ നീ തിരുവചനത്തെ കാണുന്നുണ്ടോ, കരുതുന്നുണ്ടോ? എപ്പോഴെങ്കിലും നീ വായിച്ച ഒരു സ്ക്രിപ്ചർ നിന്നെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് മറ്റുള്ളവരോട് പറയുവാൻ തക്കോണം നീ ഇറങ്ങി ഓടുന്നുണ്ടോ? അതായത് ആർ യു എക്സൈറ്റഡ് ടു സേ ദാറ്റ് ടു യുവർ ഫ്രണ്ട്? നമ്മിൽ പലരെ സംബന്ധിച്ചും നമുക്ക് ബൈബിൾ വായിക്കുന്ന ഇഷ്ടമാണ്, പക്ഷേ അതൊരു മസ്റ്റ് റെഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഈ ബൈബിള് ഒരു ബെസ്റ്റ് സെല്ലർ ടൈപ്പ് ഓഫ് ബുക്കായിട്ട് തോന്നുന്നുണ്ടോ? നമുക്കറിയാം നമ്മത് വായിക്കണം, വിശ്വാസികളായ നമുക്ക് നല്ലതാണ്. ബട്ട് വി മെ നോട്ട് സീ ദ ബൈബിൾ ആസ് സംതിങ് ന്യൂ ആൻഡ് എക്സൈറ്റിംഗ്. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയട്ടെ, വീണ്ടും വീണ്ടും ബൈബിൾ വായിച്ചിട്ടുള്ള വിശ്വാസികൾക്ക് പോലും പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നിടത്തോളം കാലം ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ചില പുതിയ സംഗതികളൂടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ഫേവറേറ്റ് വേഴ്സ് നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ അതിലെ ഒരു വാക്കേൽ
നാം പണ്ട് ഒരിക്കലും നോട്ടീസ് ചെയ്യാത്ത വാക്കുകൾ നമ്മുടെ കണ്ണുകൾ ചിലപ്പോൾ ഉടക്കുവാനിടയാകും. കാരണം മനസ്സിലാക്കണം, ദൈവം നമുക്ക് വേണ്ടി ഹൈലൈറ്റ് ചെയ്ത് തരുന്നതാണ്. ചിലപ്പോൾ നീ കേട്ടിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കാം, അതിൻ്റെ ആദ്യവും അവസാനമൊക്കെ നിനക്കറിയാം, ഒരിക്കൽ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ പിന്നീട് വായിക്കുമ്പോൾ ആ ബുക്കിൽ നിന്ന് നിനക്ക് ചിലപ്പോൾ ന്യൂ റെവലേഷൻസ് കിട്ടാറുണ്ടോ? ഈ ആഴ്ച ഒരു തീരുമാനമെടുത്ത് ഞാൻ ബൈബിൾ വായിക്കും. അത് ഒരു പുസ്തകത്തെ കഴിഞ്ഞും വിലയേറിയത്. അത് വായിക്കുമ്പോൾ നീ ഒരു ടാൻഡം ജേർണി വിത്ത് എ ഫ്രണ്ടുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. അത് നന്മയ്ക്കായിത്തീരും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ബലമുള്ളതായി തീരുവാൻ നീ സഹായിക്കണമേ. നിൻ്റെ സന്നിധാനത്തിൽ ഞങ്ങൾക്കുള്ള സകല അനുഗ്രഹങ്ങളുമുണ്ടല്ലോ, അത് പ്രാപിച്ചെടുപ്പാൻ, അത് നിലനിൽപ്പാൻ, സത്യസാക്ഷികളായി നിൽപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.